ഹായ് കൂട്ടുകാരി. ഇന്നാണെങ്കിലേ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പേരൻസും മക്കളെ അവരുടെ സുഖസൗകര്യങ്ങളൊക്കെ കുറച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മക്കളെ. അതായത് അവർ നല്ലൊരു ആഹാരം കഴിക്കാതെ നല്ലൊരു വസ്ത്രം ധരിക്കാതെ, അതായത് കോസ്റ്റ്ലി എന്ന് വെച്ചാൽ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ധരിക്കാതെ മക്കളെ പഠിപ്പിക്കുകയും മക്കൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട് കേട്ടോ. അതായത് അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയൊന്നും ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ മക്കൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് അവരെ വളർത്തണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാർ കുറേ നമ്മുടെ ഇടയിലുണ്ട്. കുറേ, എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല, കുറേയുണ്ട്. എന്നാൽ മക്കളെ നോക്കാതെ അവരുടെ മാത്രം സുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി പോകുന്ന ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. പക്ഷേ മക്കളെ ഫോക്കസ് ചെയ്ത് മക്കളെ നന്നായിട്ട് സമൂഹത്തിൽ വളർത്തണം, നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും, നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും, നമുക്ക് ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും മക്കളെ ആ രീതിയിലൊക്കെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ കഴിക്കാതെയും കുടിക്കാതെയൊക്കെ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ അങ്ങ് വളർത്തും, പഠിപ്പിക്കും, നല്ല ജോലിയൊക്കെ അവർക്കാവും, അവരെ വിദേശത്തൊക്കെ വിടും, അവർ നന്നായിട്ട് നല്ല രീതിയിൽ നല്ല കുഞ്ഞുങ്ങളായിട്ട്, അതായത് നല്ല സോഷ്യൽ സ്റ്റാറ്റസിൽ നല്ല ജോലിയോട് കൂടിയൊക്കെ ആയി കഴിയുമ്പോൾ ഈ സമൂഹം ഈ പേരൻസിനോട് പറയുന്നൊരു കാര്യമുണ്ട്: ഓ, നീ ഇപ്പോൾ വലിയ ആളായില്ലേ, നിൻ്റെ മോള് പോയി വലിയ നല്ല സെറ്റപ്പായില്ലേ, നിൻ്റെ മോൻ പോയി നല്ല ജോലിയൊക്കെ ആയില്ലേ, ഇപ്പം നീ ഇടുന്ന ഡ്രസ്സ്, നിൻ്റെ സാരിക്കൊക്കെ എന്തോ വിലയാണ്, എന്ത് ബ്രാൻഡഡ് സാധനങ്ങളാണ് നീ ധരിക്കുന്നത്, നീ വെക്കുന്ന എന്താ പറയുക, നീ വെക്കുന്ന കണ്ണാടി എത്ര കോസ്റ്റ്ലി ബ്രാൻഡഡ് ഐറ്റമാണ്, ഓ മോനൊക്കെ മോളൊക്കെ പോയപ്പോഴത്തേന് അങ്ങ് വലിയ പുള്ളിയായി. ഇത് നമ്മളേക്കൊക്കെ തമാശയെ പറയും. എന്നിട്ട് അപ്പുറത്തോട്ട് മാറിയിട്ട് പറയും: ഓ, അവനോ ഇപ്പോൾ വലിയ സംഭവമാണ്, അവൻ്റെ മോനങ്ങോട്ട് പോയി വലിയ ആളായെന്നാണ് വിചാരം, അവിടെ മോളങ്ങോട്ട് പോയിട്ട് ഏതാണ്ട് 10 പൈസ ഉണ്ടാക്കിയപ്പോഴത്തേനും നിലത്തും താഴെയൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹം അവരെ വിലയിരുത്തുന്നത്. അവരെത്രമാത്രം എഫേർട്ട് എടുത്തായിരിക്കും ഒരു മോളെ അല്ലെങ്കിൽ ഒരു മോനെ വിദേശത്തായാലും എവിടെയായാലും വിട്ട് പഠിപ്പിച്ചോ വിദേശത്തൊക്കെ ജോലിയാക്കിയിട്ട് അന്നേരമായിരിക്കും അവർ ചിലപ്പോൾ നേരെ ചൊവ്വേ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇടാനോ, നല്ല ഒരു എന്താ പറയുക, ഒരു നല്ല വാഹനമൊക്കെ മേടിക്കാനോ, അല്ലെ അവർ പോയി വിദേശത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ടൂറ് പോകാനോ ഒക്കെ അവരുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്തത് തന്നെ. കാരണം ഈ മക്കളിലൂടെ അവർ മക്കൾ പോയിട്ട് അവർ സന്തോഷം അനുഭവിക്കുന്ന ഒരു കാലമായിരിക്കും അവരുടെ ലൈഫിൽ വന്നേ. പക്ഷേ സമൂഹം എന്താ പറയുക: ഓ, മോനങ്ങോട്ട് പോയി അല്ലെ മോളങ്ങോട്ട് പോയപ്പോഴത്തേന് വലിയ പുള്ളിയായിപ്പോയി. ഇങ്ങനെയാണെന്നേ നമ്മുടെ സമൂഹം അങ്ങനെയുള്ളവരെ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ അവർ ആ സമയത്ത് അനുഭവിച്ച അവരുടെ കഷ്ടതയോ കാര്യം ഒന്നും കേൾക്കാൻ ആരും അന്ന് തയ്യാറായിട്ട് ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. അവരനുഭവിച്ച ഒരു കഷ്ടതയുടെ കാലം കാണും അവരുടെ ലൈഫിൽ. കാരണം ആ ഒരു കഷ്ടതയ്ക്കൊക്കെ ഇടയിൽ ഒരുപാട് സ്ട്രഗിൾസ് നേരിട്ട്, എന്താ പറയുക, ഒരുപാട് അവർ വെല്ലുവിളികളും ഒക്കെ നേരിട്ടായിരിക്കും അവരുടെ മക്കളെ അല്ലെ മോനെ അല്ലെ മോളെ അല്ലെ മക്കളെ, ചിലപ്പോൾ 2-3 മക്കളൊക്കെയുള്ള ഫാമിലി, അവരെയൊക്കെ പഠിപ്പിച്ചത് ഈ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സുഖസൗകര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കാം കേട്ടോ. പക്ഷേ അവരുടെ മക്കൾ വളർന്ന് നല്ല നിലയിലൊക്കെ അങ്ങോട്ട് എത്തി വലിയ ജോലിക്കാരൊക്കെ ആയിട്ട് ഫാമിലി സ്റ്റാറ്റസിലും ഒക്കെ ആയിട്ട് ഈ പേരൻസിനെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പം സമൂഹം പറയുന്നത് എന്താ: ഓ, വലിയ പുള്ളിയായെന്ന വിചാരം. ഇതാണ്, ഈ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ ഓരോരുത്തരുടെയും മാറേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അതായത് ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് അങ്ങോട്ട് സഹിക്കത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിന് നന്നായി, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടേ, നമുക്ക് ഒരു ഇല്ലായ്മയിൽ അവരോട് പോയി നമുക്ക് മേടിക്കാം, എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാം. അവർ നശിച്ച് കിടന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർ വന്ന് നമ്മളോടായിരിക്കും ചോദിക്കുക: എനിക്ക് 10 രൂപ തരാവോ, അല്ലെ എന്തെങ്കിലും ഒരു ഹെൽപ്പ്, ഡ്രസ്സാവാം, അവരുടെ മക്കൾക്കൊരു ജോലിക്ക് ഹെൽപ്പ് ചെയ്യാവോ എന്നായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ്. പക്ഷെ അവർ നന്നായി കിടന്നാൽ എന്താ, നമുക്ക് പോയിട്ട് അവരോട് നമുക്ക് ചോദിക്കാൻ പറ്റും ഒരാവശ്യം വന്നാൽ, നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അവർക്ക് കിട്ടിയ ആ ഒരു നന്മ നമ്മൾ അവരുടെ മക്കൾ വളർന്നിട്ട് ആ ജോലിയൊക്കെ ആയപ്പോൾ അവർ നല്ല നിലയിലായി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മോട്ടിവേഷനാണ് കൊടുക്കണ്ടേ. അല്ലാതെ അവരുടെ പുറകെ നടന്നിട്ട് ഇൻഡയറക്റ്റും ഡയറക്റ്റും മറ്റാരുടെങ്കിലുമൊക്കെ അവരെ പറ്റി കുറ്റം പറയുന്ന ഒന്നുമല്ല അതിൻ്റെ ശരിയായ കാര്യങ്ങളും രീതികളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എല്ലാ പേരൻസിൻ്റെ ആഗ്രഹം എന്താ, മക്കൾ നല്ല നിലയിൽ വരണം. അതിനുവേണ്ടി അവർ എന്ത് സാക്രിഫൈസും ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാരും. പിന്നെ ഇല്ലാത്തവരുണ്ട് കേട്ടോ.
ഇനിയും ഇല്ലാത്തവരുണ്ട്, നമ്മൾ പത്രത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ മനസ്സെന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എപ്പോഴും പേരൻസ് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് മക്കളെ നല്ല നിലയിൽ എത്തിയിട്ട് അവസാനം ഇവർക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് ഓർത്ത് നോക്കി അവരുടെ ലൈഫിൽ അവർ അനുഭവിക്കാത്ത സുഖങ്ങളും സൗകര്യങ്ങളും ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനുള്ളൊരു ഭാഗ്യമൊക്കെ കിട്ടുക എന്ന് പറയുന്നത്, മക്കളിലൂടെ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ശരിയെങ്കിൽ പിന്നെ കാണാമേ.